ഇന്ന് നമ്മൾ പ്ലാൻ കിങ്ഡത്തിലെ 4ാമത്തെ സെഷൻ 3ാമത്തെ ഡിവിഷൻ ആയിട്ടുള്ള ടെറിഡോഫൈറ്റ് ആണ് പഠിക്കുന്നത് കേട്ടോ. ടെറിഡോഫൈറ്റ്സിൽ വരുന്നതാണ് ഹോഴ്സ്റ്റെയിലും ഫേണും ഒക്കെ. ഫേൺ എന്ന് പറയുന്ന പന്നൽ ചെടിയാണ് കേട്ടോ. ഫേൺ എന്ന് പറയുന്ന പന്നൽ ചെടിയാണ്. ഇനി ഞാൻ ഹോഴ്സ്റ്റെയിൽ എന്താന്ന് കാണിച്ചു തരാം. വേണ്ട, ഈ പ്ലാന്റിനെയാണ് നമ്മൾ ഹോഴ്സ്റ്റെയിൽ എന്ന് പറയുന്നത്. ഈ ഹോഴ്സ്റ്റെയിലും ഫേണും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഹോഴ്സ്റ്റെയിൽ, ഫേൺ, ദീസ് ഓൾ കംസ് അണ്ടർ ടെറിഡോഫൈറ്റ്. ടെറിഡോഫൈറ്റ്സ് മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ടും അതുപോലെ സോയിൽ ബൈൻഡേഴ്സ് ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോയിൽ ബൈൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് സോയിലിൽ പറ്റിപ്പിടിച്ച് വളരുന്നതുകൊണ്ട് തന്നെ ഈ സോയിൽ ഇറോഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യും, മണ്ണൊലിപ്പൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഓർണമെന്റൽ പ്ലാന്റ്സ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. എവല്യൂഷണറിലി ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ടെറിഡോഫൈറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് പ്ലാന്റ് റെപ്റ്റൈൽ എന്നറിയപ്പെടാറുണ്ട് ടെറിഡോഫൈറ്റിനെ. പ്ലാന്റ്സിലെ റെപ്റ്റൈൽ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് ടെറിഡോഫൈറ്റ്സിനെയാണ്. ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ് ആണ് ടെറിഡോഫൈറ്റ്സ്. ഇതിന് വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്. നമ്മൾ താലോഫൈറ്റേയും ബ്രയോഫൈറ്റേയും പറഞ്ഞപ്പോൾ വാസ്കുലാർ ടിഷ്യൂ ഉണ്ടായിരുന്നില്ല, അതായത് കണ്ടക്ടിങ് ടിഷ്യൂ ഉണ്ടായിരുന്നില്ല, അതായത് സൈലോം ഫ്ലോയോ ഉണ്ടായിരുന്നില്ല. ഇവിടെ സൈലോം ഫ്ലോയും സ്റ്റാർട്ട് ചെയ്യുന്ന ടെറിഡോഫൈറ്റിലാണ് കേട്ടോ. എന്താണ് സൈലം ഫ്ലോയം എന്നുള്ളതൊക്കെ നമ്മൾ അനാട്ടമിയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ടെറിഡോഫൈറ്റ്സ് സാധാരണയായിട്ട് കാണുന്ന കൂൾ ഡാം ഷെയ്ഡി പ്ലേസസിലാണ്. ഓക്കെ, ചിലത് സാൻഡി സോയിൽ കണ്ടീഷനിലും വളരും. ഇത് കൂൾ ഡാം ഷെയ്ഡി പ്ലേസസിൽ വളരാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ റീപ്രൊഡക്ഷൻ സ്റ്റേജിലും ഈ പറയുന്ന ആന്ത്രോസോയിഡ്സ് സ്വിം ചെയ്തിട്ട് തന്നെയാണ് ആർക്കിഗോണിയയിലേക്ക് എത്തുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ കൂൾ ഡാം ഷെയ്ഡി പ്ലേസസ് വേണ്ടത്. ചിലത് സാൻഡി സോയിൽ കണ്ടീഷനിൽ വളരാറുണ്ട് കേട്ടോ. ഇനി ബ്രയോഫൈറ്റ്സിലെ ഡോമിനന്റ് ഫേസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ഗ്യാമീറ്റോഫൈറ്റിക് പ്ലാൻ ബോഡിയാ അല്ലെ, ഹാപ്ലോയിഡ് പ്ലാൻ ബോഡിയാണ് ബ്രയോഫൈറ്റിലെ മേജർ പ്ലാൻ ബോഡി. അതായത് അവർക്ക് മേജർ പ്ലാൻ ബോഡിയിൽ ഒരു സിംഗിൾ സെറ്റ് ക്രോമസോം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ടെറിഡോഫൈറ്റിന്റെ കേസിലാണെങ്കിൽ മേജർ പ്ലാൻ ബോഡി എന്ന് പറയുന്ന സ്പോറോഫൈറ്റാ. നമ്മൾ അതിന്റെ ഇലയെന്നോ അല്ലെങ്കിൽ സ്റ്റെമ്മിന്നോ അല്ലെങ്കിൽ വേരിന്നൊക്കെ ഒരു ഇത് സെല്ലെടുത്ത് നോക്കിയാൽ അവർക്ക് 2 സെറ്റ് ക്രോമസോം ഉണ്ടാവും അതിന്റെ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ. അതേപോലെ തന്നെ നമുക്ക് ഈ ടെറിഡോഫൈറ്റ് മുതൽ ട്രൂ റൂട്ടും സ്റ്റെമ്മും ലീവ്സും ഒക്കെ കാണാൻ കഴിയും. ഓക്കെ, ഫ്രം ദ ടെറിഡോഫൈറ്റ് വി ക്യാൻ സീ ദേ ഹാവ് ട്രൂ റൂട്ട്, സ്റ്റെം, ലീവ്സ്. ഓക്കെ, ഇനി ഇതിന് എക്സാമ്പിൾസ് കൊടുത്തേക്കുന്ന ഫിഗർ 3.3 ഞാൻ കാണിക്കാം. കണ്ടോ, ഇതാണ് പന്നൽ ചെടി, ഫേൺ എന്ന് പറയുന്ന ചെടി. ഇതാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഈ സാധനം നമ്മൾ കാണാറുള്ളതല്ലേ, ഈ കിണറിന്റെ ഒക്കെ വക്കത്തൂടെയും ഒക്കെ ഉണ്ടാവുന്നതാണ് ഈ തരത്തിലുള്ള ചെടി. ഇതിന് റൂട്ടും ഉണ്ട്, സ്റ്റെമ്മും ഉണ്ട്, അതേപോലെ തന്നെ ലീഫും ഉണ്ട്. അപ്പൊ ട്രൂ റൂട്ടും സ്റ്റെമ്മും ലീഫും ഒക്കെ പ്രോസസ് ചെയ്യുന്ന ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ് എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ് തന്നെയാണ് കേട്ടോ. ഇതിന് വെൽ ഡെവലപ്ഡ് വാസ്കുലാർ ടിഷ്യൂ ഉണ്ട്. വെൽ ഡെവലപ്ഡ് വാസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത് സൈലോം ഫ്ലോയും എല്ലാം ഉണ്ട്. പക്ഷേ സൈലത്തിനകത്ത് വെസൽ അല്ല മേജർ കണ്ടക്ടിങ് എലമെന്റ്, ട്രക്കീഡ് ആണ് മേജർ കണ്ടക്ടിങ് എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ ദ മേജർ കണ്ടക്ടിങ് എലമെന്റ് ഈസ് ട്രക്കീഡ്. അവർക്ക് വെസൽസ് ആബ്സെന്റ് ആണ് കേട്ടോ. ട്രക്കീഡ്സ് ആണ് അവരുടെ മേജർ കണ്ടക്ടിങ് എലമെന്റ് എന്ന് പറയുന്നത്. അവർക്ക് വെസൽസ് ആബ്സെന്റ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ലീവ്സ് വന്നിട്ട് ചില പ്ലാന്റ്സിലെ ലീവ്സ് വളരെ ചെറുതായിരിക്കും, ചിലതിൽ വലിയ ലീവ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ചെറിയ ലീഫ് ഉള്ളതിനെ നമ്മൾ മൈക്രോഫിൽസ് എന്നാണ് പറയാ. സെലാജിനെല്ലയിലൊക്കെ നമുക്ക് ചെറിയ ലീവ്സ് ആണ് കാണാൻ കഴിയുക കേട്ടോ. അതായത് ഫിഗർ 3.3 ഫസ്റ്റ് ഡയഗ്രാം സെലാജിനെല്ലയാണ്. ഈ സെലാജിനെല്ലയുടെ ലീഫ് നോക്കിയേ, വളരെ ചെറിയ ചെറിയ ലീവ്സ് ആണ്. പക്ഷെ ഫേണിന്റെ ലീഫ് നോക്കിയേ, അത് വലിയ ലീഫാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മൈക്രോഫിൽസ് എന്നും ഇതിനെ മാക്രോഫിൽസ് എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുക. മൈക്രോഫിൽസും മാക്രോഫിൽസും, അതായത് അതിന്റെ ലീഫ് ചെറുതാണെങ്കിൽ അതിനെ മൈക്രോഫിൽ എന്നും അതിന്റെ ലീഫ് വലുതാണെങ്കിൽ അതിനെ മാക്രോഫിൽ എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി
ഈ സ്പോറോഫൈറ്റ് അല്ലെങ്കിൽ ഈ ടെറിഡോഫൈറ്റിന്റെ മേജർ പ്ലാൻ ബോഡിയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് സ്പൊറാഞ്ചിയാണ് കാണുന്നത്. അത് ഒരു ലീഫിൽ സബ്ടെൻഡ് ചെയ്തിട്ടാണ് കാണുക, അതായത് ലീഫിൽ വ്യാപിച്ചു കിടക്കുന്ന പോലെയാണ് കാണുക. ആ ലീഫ് ലൈക്ക് അപ്പൻഡേജസ് ആണ് കേട്ടോ. ലീഫ് എന്ന് പറയേണ്ട ലീഫ് ലൈക്ക് അപ്പൻഡേജസ്, ലീഫ് പോലത്തെ സ്ട്രക്ചറിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ പറയുന്ന സ്പൊറാഞ്ചിയ. ഈ സ്പൊറാഞ്ചിയ വ്യാപിച്ചു കിടക്കുന്ന ലീഫ് പോലത്തെ ആ സ്ട്രക്ചറിന് നമ്മൾ സ്പോറോഫിൽസ് എന്നാണ് പറയാം. ലീഫ് പോലത്തെ സ്ട്രക്ചർ നമ്മൾ സ്പോറോഫിൽ എന്നാ പറയാം. നമ്മൾ കാണാറില്ലേ ഈ ഫേണിന്റെ ഒക്കെ ലീഫിന്റെ അടി കൂടെ ഒരുതരം ചെറിയ 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 സ്പോട്ട് പോലെ കാണാറില്ലേ, അതാണ് അതിന്റെ സ്പൊറാഞ്ചിയ എന്ന് പറയുന്ന ആ ലീഫിനെ നമ്മൾ സ്പോറോഫിൽ എന്ന് പറയും. ഓക്കെ, ഇനി ചില കേസസിൽ സ്പോറോഫിൽ ഒരു കോൺ പോലെ അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. അതായത് സ്പോറോഫിൽ എല്ലാം കൂടി കൂടിയിട്ട് ഒരു കമ്പാക്ട് സ്ട്രക്ചർ ആയിട്ട് ഒരു കോൺ അല്ലെങ്കിൽ സ്ട്രോബെറി സ്ട്രക്ചർ ഉണ്ടാക്കുന്നതാണ്. അത് കാണുന്ന സെലാജിനെല്ലയിലും ഇക്വിസീറ്റത്തിലുമാണ് കേട്ടോ. ഇവിടെ ഇക്വിസീറ്റത്തിന്റെ പടം കൊടുത്തിട്ടുണ്ട്, അതുപോലെ സെലാജിനെല്ലയുടെയും പടം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇക്വിസീറ്റത്തിന്റെ പടത്തിനകത്ത് ക്ലിയർ ആയിട്ട് അതിന്റെ സ്ട്രോബിലസ് അല്ലെങ്കിൽ അതിന്റെ ആ കോൺ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. See here, this is the strobilus. കണ്ട, സ്പോറോഫിൽസ് എല്ലാം കൂടി കൂടിയിട്ട് ഒരു കോൺ പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്ന ഇക്വിസീറ്റത്തിലും അതേപോലെ തന്നെ സെലാജിനെല്ലയിലും ആണ് അത് ഒരു കോൺ പോലത്തെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്പൊറാഞ്ചിയ എന്ന് പറയുന്ന റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ സ്പോറോഫിലിൽ കാണുന്നതാണ്. അവിടെയാണ് അതിന്റെ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ഡയറക്റ്റ് ആയിട്ട് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള സ്പൊറാഞ്ചിയ എന്നല്ല ഉണ്ടാകുന്നത്. അവിടെ സ്പോർസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ സ്പൊറാഞ്ചിയ കാണുന്ന സ്പെഷ്യൽ ലീഫ് ലൈക്ക് അപ്പൻഡേജസിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്പോറോഫിൽ എന്ന് പറയാം. ഈ സ്പോറോഫിൽ കോണായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന സെലാജിനെല്ലയിലും അതേപോലെ തന്നെ ഇക്വിസീറ്റത്തിലും നമുക്ക് കാണാൻ പറ്റും. ഈ സ്പൊറാഞ്ചിയ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുക എങ്ങനെയാണെന്നറിയോ, സ്പോർ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട്. അതായത് സ്പൊറാഞ്ചിയ ഇപ്പൊ ലീഫിന്റെ ഒക്കെ സർഫസിലിരിക്കുന്ന ഈ സ്പൊറാഞ്ചിയ, ഇപ്പൊ ഞാനൊരു ചെറിയ ലീഫ് പോലത്തെ ഒരു സ്ട്രക്ചർ വരയ്ക്കുന്നുണ്ട് കേട്ടോ. അതായത് സ്പോറോഫിലാണ് ഞാൻ വരച്ചു വെച്ചേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് സ്പോറോഫിലിനകത്ത് നമുക്ക് ഈ സ്പൊറാഞ്ചിയ അങ്ങനെ ഒരു സ്പോട്ട് പോലെ നമുക്ക് കാണാൻ കഴിയും. ഈ സ്പോട്ട് പോലെ കാണുന്ന ഈ സ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത്, സ്പോർ മദർ സെൽ ഇരിക്കുന്നത്. ദ സ്പോർ മദർ സെൽ പ്രസന്റ് ഇൻ ദ സ്പൊറാഞ്ചിയ അണ്ടർഗോ മിയോസിസ് ടു പ്രൊഡ്യൂസ് സ്പോർസ്. ഈ സ്പോർസ് എങ്ങനെയായിരിക്കും, ഹാപ്ലോയിഡ് സ്പോർസ് ആയിരിക്കും കേട്ടോ. ഈ സ്പോർസ് ഹാപ്ലോയിഡ് സ്പോർസ് ആയിരിക്കും. ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ട് ഇറ്റ് ഗീവ് റൈസ് ടു ഇൻകോൺസ്പീഷ്യസ് സ്മോൾ ബട്ട് മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ കോൾഡ് ആസ് പ്രോതാലസ്. ഈ സ്പോർസ് വിതർ ഓഫ് ചെയ്യും, ഈ പ്ലാന്റ് നിൽക്കുന്നതിന്റെ നേരെ താഴേക്ക് കൊഴിഞ്ഞു വീഴും. എന്നിട്ട് ഇതൊരു പ്രോതാലസ് സ്ട്രക്ചറാണ് ഉണ്ടാക്കുന്നത്. ഈ സ്പോർ കൊഴിഞ്ഞു വീണു, ഇതിനൊരു വേര് പോലത്തെ റൈസോയിഡ് എന്ന സ്ട്രക്ചർ ഉണ്ടായി. എന്നിട്ട് ഇത് പ്രോതാലസ് എന്നൊരു സ്ട്രക്ചർ ഉണ്ടാക്കും. ഇതിനും ഈ പറയുന്ന പോലെ ഫോട്ടോസിന്തറ്റിക് പാർട്ടൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ദിസ് ഓൾസോ വിൽ ബി ഹാവിംഗ് ദ മെയിൽ ദിസ് ഓൾസോ വിൽ പ്രൊഡ്യൂസ് ദ മെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, ദാറ്റ് ഈസ് ആന്തറീഡിയ, ആർക്കിഗോണിയ. ഈ സ്ട്രക്ചർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഞാൻ ആന്തറീഡിയക്ക് ചുമ്മാ അതങ്ങനെ ഒരു വലിയ സ്ട്രക്ചർ വരച്ചു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആന്തറീഡിയ അല്ലെങ്കിൽ ആർക്കിഗോണിയ ഒക്കെ ബെയർ ചെയ്യുന്ന ഒരു മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, പ്രോതാലസ് എന്ന് പറയാം. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ടെറിഡോഫൈറ്റ് വായിക്കുമ്പോൾ ഇത് എന്താ എഴുതി വെച്ചേക്കുന്നതെന്ന് തോന്നും. സീ ഹിയർ, ഈ സ്പോർ മദർ സെല്ല്, സ്പൊറാഞ്ചിയയുടെ ഉള്ളിലിരിക്കുന്ന സ്പോർ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാക്കും. ഈ സ്പോർസ് എന്താണ്, ഹാപ്ലോയിഡ് സ്പോർസ് ആണ്. ഈ ഹാപ്ലോയിഡ് സ്പോർസ് താഴെ വീണിട്ട് അത് ഒരു ഹാപ്ലോയിഡ് പ്ലാൻ ബോഡി ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഈ ഹാപ്ലോയിഡ് പ്ലാൻ ബോഡി എന്ന് പറയുന്നത് പ്രോതാലസ് ആണ്. ഈ ഹാപ്ലോയിഡ് പ്ലാൻ ബോഡീനെ നമ്മൾ ഗ്യാമീറ്റോഫൈറ്റിക് പ്ലാന്റ് എന്നാണ് പറയാം. ഇതിനെ ഗ്യാമീറ്റോഫൈറ്റ് എന്നാണ് പറയാം. ഇതിനെ ഗ്യാമീറ്റോഫൈറ്റിക് പ്ലാൻ ബോഡി എന്നാണ് പറയാം. ഓക്കെ, ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഗ്യാമീറ്റോഫൈറ്റിക് പ്രോതാലസ് ഫ്രീ ലിവിംഗ് ആയിരിക്കും, ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും. അതായത് താലോയിഡ് ഗ്യാമീറ്റോഫൈറ്റ് ആയിരിക്കും. ഗ്യാമീറ്റോഫൈറ്റിക് താലോയിഡ് പ്ലാൻ ബോഡി ആയിരിക്കും. അതിന് പ്രോതാലസ് എന്ന് പറയും. അപ്പൊ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസ് താഴെ വീണ് മുളച്ചു വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ മോയിസ്റ്റ് കണ്ടീഷൻ വേണ്ടത് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇവര് ഒരു ഗ്യാമീറ്റോഫൈറ്റിക് പ്ലാൻ ബോഡിയാ. ഇവർക്ക്
വാസ്കുലാർ ടിഷ്യൂസ് ഒന്നുമില്ല. വാസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? സൈലോം ഫ്ലോയോ ഒന്നുമില്ല. അതേപോലെ പ്രോപ്പർ വേരുകളൊന്നുമില്ല. വേരുകൾക്ക് പകരം ഇവർക്ക് എന്താണുള്ളത്? റൈസോയിഡ്സ് ആണുള്ളത്. റൈസോയിഡ്സ് ഏതിലാ കാണുന്നത്? ബ്രയോഫൈറ്റയിൽ കാണുന്ന വേര് പോലത്തെ സ്ട്രക്ചറാണ്. അതേപോലെ ഇതിനും വേര് പോലത്തെ ഒരു റൈസോയിഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉള്ളൂ. ട്രൂ റൂട്ടും സ്റ്റെമ്മും ലീഫും ഒന്നുമില്ല. ടെറിഡോഫൈറ്റ് അതിന്റെ മദർ പ്ലാന്റിൽ കാണുന്ന പോലത്തെ ഒരു സ്ട്രക്ചറും ഇല്ല ഇതിന്. പക്ഷെ ഇത് സിന്തസിസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രീൻ കളർ ബോഡിയാണ്. അതേപോലെ തന്നെ അത് ഫ്രീ ലിവിങ് ആണ്. ഇത് ഈ പാരന്റൽ പ്ലാന്റിൽ ഇരിക്കല്ല, കൊഴിഞ്ഞു വീണ് അത് സ്വന്തമായിട്ട് പൊട്ടി മുളച്ചു വരികയാണ് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ മേലെ ഒന്നുപോലെ ആന്തരീഡിയം അല്ലെങ്കിൽ ആർക്കിഗോണിയം, അല്ലെങ്കിൽ ആന്തരീഡിയം ആർക്കിഗോണിയം രണ്ടും ഒരേ പ്രോതാലസിൽ ഉണ്ടാക്കും. ഇതിന് താലോയിഡ് ബോഡിയാണ്, ഗ്യാമീറ്റോഫൈറ്റിക് ആണ്. അതുകൊണ്ട് ഇതിനെ പ്രോതാലസ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ ഇത്രയും? ഈ പ്രോതാലസിന് വളരാൻ വേണ്ടിയിട്ട് കൂൾ, ഡാം, ഷെയ്ഡി പ്ലേസസ് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാല് അവർക്ക് എന്താണ് ഈ പ്രോതാലസിൽ ഉണ്ടാവുന്ന ആന്തരീഡിയം ആർക്കിഗോണിയാണ്. ആന്തരീഡിയം ആർക്കിഗോണിയം അതിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണല്ലോ. അപ്പൊ ഈ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും, മെയിൽ ഗ്യാമീറ്റിനൊക്കെ വാട്ടർ മീഡിയം വേണം ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട്. അതിന് എന്താ പറയാ, ഈ മെയിൽ ഗ്യാമീറ്റ് ഫീമെയിൽ ഗ്യാമീറ്റിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, because of this specific restricted requirement and the need for water for fertilization, ഇത് വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് സ്പ്രെഡ് ചെയ്ത് കാണാറുള്ളൂ. അതായത് the spread of living pteridophyte is limited and restricted to a narrow geographical region. ഇവർക്ക് ഒരു റെസ്ട്രിക്റ്റഡ് റിക്വയർമെന്റ് വേണം പ്രോതാലസിന് വളരാനും. അതിന്റെ ആന്തറീഡിയെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്തറോസോയിഡ്, അത് ഫ്ലാജല്ലേറ്റഡ് ആണ്. ആന്തറോസോയിഡ് നീന്തി ആർക്കിഗോണിയയിലെത്തി അവിടെ ഫെർട്ടിലൈസേഷൻ നടത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വാട്ടർ മീഡിയം റിക്വയർഡ് ആയതുകൊണ്ട് വാട്ടർ മീഡിയം കൂടെ ഉള്ള സ്ഥലത്ത് മാത്രമാണ് ഈവൻ ദോ ഇത് ടെറസ്ട്രിയൽ പ്ലാന്റ് ആണെങ്കിലും വളരുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ ലിവിങ് ഓർഗാനിസത്തിന്റെ സ്പ്രെഡിങ് വളരെ ലിമിറ്റഡ് ആണ്. അത് ഒരു നാരോ ജോഗ്രഫിക്കൽ റീജിയനിൽ മാത്രം റെസ്ട്രിക്റ്റഡ് ആയിട്ട് കാണുന്നതാണ്. നാരോ ജോഗ്രഫിക്കൽ റീജിയനിൽ മാത്രമേ ഇത് കാണാറുള്ളൂ. ഇനി ഇതിന്റെ ഗ്യാമീറ്റോഫൈറ്റ്, അതായത് പ്രോതാലസ്, മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ബെയർ ചെയ്യുന്നതാണ്. അതായത് ആന്തറീഡിയം ആർക്കിഗോണിയനെയും അത് ക്യാരി ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ദ ഗ്യാമീറ്റോഫൈറ്റ് ഇറ്റ് ബെയർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് കോൾഡ് ആന്തറീഡിയ ആൻഡ് ആർക്കിഗോണിയ. വാട്ടർ, ഈ ആന്തറോസോയിഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് വാട്ടർ വേണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. മെയിൽ ഗ്യാമീറ്റ് റിലീസ് ചെയ്യുന്ന ആന്തറീഡിയത്തിൽ നിന്നാണ് അത് റിലീസ് ചെയ്യുന്നത് ആർക്കിഗോണിയത്തിന്റെ മൗത്തിലേക്കാണ് കേട്ടോ. ആർക്കിഗോണിയത്തിന്റെ മൗത്തിലേക്കാണ് ആന്ത്രോസോയിഡ്സ് റിലീസ് ചെയ്യുക. ഈ മെയിൽ ഗാമീറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന ആർക്കിഗോണിയത്തിന്റെ ഉള്ളിൽ വെച്ചാണ് അത് സൈഗോട്ട് എന്ന സ്ട്രക്ചർ ഫോം ചെയ്യാൻ കാരണം. ഈ സൈഗോട്ട് ഡെവലപ്പ് ആയിട്ട് ഒരു മൾട്ടി സെല്ലുലാർ വെൽ ഡിഫറൻഷിയേറ്റഡ് സ്പോറോഫൈറ്റിക് ടെറിഡോഫൈറ്റ് ഫോം ചെയ്യും. അതായത് അതിന്റെ ഡോമിനന്റ് സ്റ്റേജ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിക് ടെറിഡോഫൈറ്റ് ഫോം ചെയ്യും. അതിന്റെ സൈഗോട്ട് എന്ന് പറയുന്നത് എന്താ? ഡിപ്ലോയിഡ് അല്ലേ. അത് രണ്ട് ഗ്യാമീറ്റ്, മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ഉണ്ടാകുന്ന മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ്. കാരണം എന്താ? അതിന്റെ ഗ്യാമീറ്റോഫൈറ്റ് പ്ലാന്റ് ബോഡി പ്രോതാലസ് സെപ്പറേറ്റ് ആയിട്ടാണ് കാണുക. ആ പ്രോതാലസിൽ ആന്തറീഡിയം ആർക്കിഗോണിയ ഉണ്ടാവും. ഈ ആന്തറീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്തറോസോയിഡ്സ്, ആന്തറീഡിയയുടെ ഉള്ളിൽ ആന്തറോസോയിഡ്സ് മൈറ്റോട്ടിക് ഡിവിഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്ത് ആന്തറോസോയിഡ്സ് അത് ലിബറേറ്റ് ചെയ്യും. ഈ ആന്തറോസോയിഡ് നേരെ ലിബറേറ്റ് ചെയ്യുന്ന ആർക്കിഗോണിയയുടെ നെക്കിന്റെ റീജിയനിലേക്കാണ്. ആർക്കിഗോണിയയുടെ നെക്കല്ല, മൗത്ത് റീജിയനിലേക്കാണ്. ആർക്കിഗോണിയയുടെ ഉള്ളിലാണ് എഗ് ഇരിക്കുന്ന. ആർക്കിഗോണിയയുടെ ഉള്ളിലിരിക്കുന്ന എഗ്ഗുമായിട്ട് ഇത് ഫ്യൂസ് ചെയ്യും. എന്നിട്ട് അത് സൈഗോട്ട് ഫോം ചെയ്യും. ഈ സൈഗോട്ട് ഡെവലപ്പ് ആവുകയാണ് ചെയ്യുക. അല്ലാണ്ട് പിന്നെ അവിടെ മിയോട്ടിക് ഡിവിഷൻ നടക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നമ്മുടെ മേജർ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണ്, ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ സൈഗോട്ട് നേരെ ഡെവലപ്പ് ചെയ്ത് സ്പോറോഫൈറ്റിക് അല്ലെങ്കിൽ ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡി ഉണ്ടാക്കിയാൽ മതി. സോ വാട്ട് വിൽ ഹാപ്പൻ? ദ സൈഗോട്ട് ഇറ്റ് വിൽ അണ്ടർഗോ ഡെവലപ്മെന്റ് ഇൻ ദ ഫോം ഓഫ് എ sporophyte to form the sporophyte in the sporophyte, that is the dominant phase of pteridophyte. ഓക്കെ, ഈ മെജോറിറ്റി ഓഫ് ടെറിഡോഫൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസ്, സ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യില്ലേ മിയോട്ടിക് ഡിവിഷൻ വഴി, അത് സിമിലർ കൈൻഡ് ഓഫ് സ്പോർസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ തരത്തിലുള്ള പ്ലാന്റ്സിന് നമ്മൾ ഹോമോസ്പോറസ് പ്ലാന്റ്സ് എന്നാ പറയാം. അതായത് നമ്മൾ പറഞ്ഞു ആ ഇലയിൽ സബ്ടെൻഡഡ് ആയിട്ട് അല്ലെങ്കിൽ വ്യാപിച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ സ്പോറോഫില്ല് വ്യാപിച്ച് കിടക്കുന്ന സ്പൊറാഞ്ചിയ, ആ സ്പൊറാഞ്ചിയയുടെ ഉള്ളിലിരിക്കുന്ന സ്പോർ മദർസിൽ മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് സ്പോർസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ സ്പോർസ് താഴെ വീണിട്ട്
വെച്ചിട്ടാണ് പ്രോതാലസ് ഉണ്ടാവുന്നത്. ഇനി ആ സ്പോർട്സ് പലതരത്തിലുണ്ടാവാം. ചിലപ്പോൾ അത് ഒരേപോലത്തെ തന്നെ സ്പോർട്സ് ഉണ്ടാക്കാം. അതിനെയാണ് നമ്മൾ ഹോമോസ്പോറസ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഹോമോസ്പോറസ് ടൈപ്പ് ഓഫ് സ്പൊറാഞ്ചിയ, ഹോമോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരേ തരത്തിലുള്ള സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോമോസ്പോർസ് വിതർ ഓഫ് ചെയ്ത് അത് മെയിൽ ഗാമീറ്റോഫൈറ്റും മെയിൽ ഗാമീറ്റോഫൈറ്റും ഫീമെയിൽ ഗാമീറ്റോഫൈറ്റും ഒരേപോലെ തന്നെ ആയിരിക്കും വളരെ. അതായത് ആന്തരീഡിയം ആർക്കിഗോണിയം ഒരേ ചെടിയിൽ തന്നെ ഉണ്ടാവും, ഒരേ പ്രോതാലസിൽ തന്നെ ഉണ്ടാവും. അവിടെ ചെടി എന്ന് പറയുന്നതല്ല താലോയിഡ് ബോഡി എന്ന് പറയായിരിക്കും കേട്ടോ. കാരണം അതിന് ഒരു പ്ലാന്റ് എന്ന് പറയാൻ പാകത്തിന് അതിന് ലീഫും റൂട്ടും സ്റ്റെമ്മും ഒന്നും ഇല്ലല്ലോ, അതിന് താലോയിഡ് ബോഡി അല്ലേ ഉള്ളത്. ആ താലോയിഡ് ബോഡിയിൽ ബോത്ത് ആന്തരീഡിയം ആർക്കിഗോണിയം പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ചിലതിൽ സെലാജിനല്ല, സാൽവീനിയ, അതേപോലെ തന്നെ അസോള, അതേപോലെ മാഴ്സീലിയ. അസോള എന്ന് പറയുന്നത് എന്താണെന്നറിയില്ലേ? വാട്ടർ ഫേണിനെയാണ് അസോള എന്ന് പറയാ കേട്ടോ. വാട്ടറിൽ കാണുന്ന ഫേണാണ് അസോള. നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, ഈ പശുവിനൊക്കെ കൊടുക്കാനായിട്ട് ഈ അസോളയൊക്കെ വാട്ടർ ടാങ്കിൽ വളർത്തുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ അസോള, മാഴ്സീലിയ എന്ന് പറയുന്നത് ഈ 4 ഇല പോലെ, 4 വട്ടത്തിലുള്ള ഇല പോലത്തെ ഒരു തരം ടെറിഡോഫൈറ്റ്. അതാ ഇങ്ങനെ ഇരിക്കും, അത് വെള്ളത്തിൽ കിടക്കണേ, അതാ ഈ ഒരു സ്ട്രക്ചർ ആയിരിക്കും അത് വെള്ളത്തിൽ കിടക്കണേ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ മാഴ്സീലിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലത്തെ ചെടികളിലൊക്കെ ഹെട്രോസ്പോറസ് ടൈപ്പ് ഓഫ് സ്പോർട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോർട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് സ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർട്സ്, ഇതിപ്പോ സ്പൊറാഞ്ചിയ ആണെങ്കിൽ ഈ സ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർ മദർ സെല്ലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർട്സ് വന്നിട്ട് ഒന്ന് വലുതും അതുപോലെ തന്നെ 2 വലുതും 2 ചെറുതും ആയിരിക്കും. ഓക്കെ, ഇതിനെ മെഗാസ്പോർ എന്നാ പറയാ. ഇതിനെ മെഗാസ്പോർന്നും ഇതിനെ മൈക്രോസ്പോർ എന്ന് പറയാം. ഓക്കെ, ഈ മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്തിട്ട് മെയിൽ താലസും ഈ മെഗാസ്പോർ ഡെവലപ്പ് ചെയ്ത് ഫീമെയിൽ താലസും ആണ് ഉണ്ടാവുക. ഫീമെയിൽ പ്രോതാലസ് ഇത് ഡെവലപ്പ് ചെയ്ത് മെയിൽ പ്രോതാലസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ മെഗാസ്പോറും മൈക്രോസ്പോറും ഉണ്ടാവും. അതിനകത്ത് മെഗാസ്പോർ ഡെവലപ്പ് ചെയ്ത് ഫീമെയിൽ പ്രോതാലസും മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്ത് മെയിൽ പ്രോതാലസും ആണ് ഉണ്ടാവുക. ഇപ്പൊ ഈ മെഗാസ്പോർ എന്ത് പറ്റുന്നറിയോ? ഈ സ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ നിന്ന് കൊഴിഞ്ഞ് താഴെ വീഴില്ല. മനസ്സിലായോ? ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് ആ സ്പോറോഫൈറ്റിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഈ ഫീമെയിൽ പ്രോതാലസ് സ്പോറോഫൈറ്റിന്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാവുക. മെയിൽ പ്രോതാലസ് ചിലപ്പോ പ്ലാന്റ് ബോഡിയിലായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ അത് കൊഴിഞ്ഞു വീണിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ സാൽവീനിയയുടെ ഒക്കെ കേസിലാണെങ്കിൽ അത് ആ സ്പോറോഫൈറ്റിന്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. അത്രയും ഡീപ്പായിട്ട് നമുക്ക് പറയേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇത്രയും പറയാം. ഇവിടെ സി ഹിയർ മെഗാസ്പോർ ആൻഡ് മൈക്രോസ്പോർസ് ജെർമിനേറ്റ് ആൻഡ് ഗിവ് റൈസ് ടു ഫീമെയിൽ ആൻഡ് മെയിൽ ഗാമീറ്റോഫൈറ്റ്. ഈ ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് പ്ലാന്റിൽ റീറ്റെയിൻ ചെയ്യുന്നു എന്നാണ് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ അത്രയും ഓർത്തിരുന്നാൽ മതി. ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് പ്ലാന്റിൽ റീറ്റെയിൻ ചെയ്യും, അതായത് സ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ തന്നെ ഇരിക്കും. പക്ഷെ മെയിൽ ഗാമീറ്റോഫൈറ്റ് കൊഴിഞ്ഞു വീഴും കേട്ടോ. എന്നിട്ട് ഈ മെയിൽ ഗാമീറ്റോഫൈറ്റ് കൊഴിഞ്ഞു വീണേല് ആന്തറീഡിയ ഉണ്ടാവും. അതേപോലെ ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് ഈ പറയുന്ന സ്പൊറാഞ്ചിയയുടെ ഉള്ളിലിരിക്കുന്നതിൽ ആർക്കിഗോണിയം ഡെവലപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ ആന്തറീഡിയെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്തറോസോയിഡ്സ് ആർക്കിഗോണിയയുടെ മൗത്തിൽ വന്ന് അത് ആർക്കിഗോണിയയുടെ ഉള്ളിലിരിക്കുന്ന എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ സൈഗോട്ട് ഉണ്ടാവും. അപ്പൊ ഈ സൈഗോട്ട് എവിടെ ഇരിക്കുന്നത്? സൈഗോട്ട് ഇരിക്കുന്നത് ആർക്കിഗോണിയയുടെ ഉള്ളില്, ഫീമെയിൽ പ്രോതാലസിലുള്ള ആർക്കിഗോണിയയുടെ ഉള്ളില്. അത് സ്പോറോഫൈറ്റിക് പ്ലാന്റിലാണ് ഇരിക്കുന്നത്. അതായത് മദർ പ്ലാന്റിൽ നിന്ന് കൊഴിഞ്ഞു വീണിട്ടില്ല. അത് മദർ പ്ലാന്റില് ഇപ്പോ മദർ പ്ലാന്റിൽ ഉണ്ടായിട്ടുള്ള ആർക്കിഗോണിയ സ്ട്രക്ചർ ഉണ്ടല്ലോ, മദർ പ്ലാന്റിൽ ഉണ്ടായിട്ടുള്ള ഫീമെയിൽ ഗാമീറ്റോഫൈറ്റിന്റെ ആർക്കിഗോണിയ സ്ട്രക്ചറിന്റെ ഉള്ളിൽ ഉള്ള എഗ്ഗുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ആ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന സൈഗോട്ട് പേരന്റൽ പ്ലാന്റ് ബോഡിയിൽ തന്നെ ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ നമ്മള് ഇത് നോക്കിക്കേ, ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ കേസിൽ നോക്കിക്കേ, ഒരു പൂവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൂവിന്റെ ഉള്ളില് ഓവറിയുടെ ഉള്ളിലിരിക്കുന്ന, ഒവ്യൂളിന്റെ ഉള്ളിലിരിക്കുന്ന, എംബ്രിയോസാക്കിന്റെ ഉള്ളിലിരിക്കുന്ന എഗ്ഗുമായിട്ടാണ് എന്ത് ഫ്യൂസ് ചെയ്യുക? മെയിൽ ഗാമീറ്റ് ഫ്യൂസ് ചെയ്യുക. പോളൻ ഗ്രെയിനിന്റെ ഉള്ളിലിരിക്കുന്ന മെയിൽ ഗാമീറ്റ് ഫ്യൂസ് ചെയ്യുക.
അപ്പൊ ഈ സൈഗോട്ട് എവിടെയാ ഉണ്ടാവുക? ആ പൂവിന്റെ ഉള്ളില്, ഓവറിയുടെ ഉള്ളില്, ഒവ്യൂളിന്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക? ഒവ്യൂളിന്റെ ഉള്ളില്, എംബ്രിയോസാക്കിന്റെ ഉള്ളിലാണ് സൈഗോട്ട് ഉണ്ടാവുക. അതൊക്കെ കൂടി നിൽക്കണ എവിടെയാ? ആ പ്ലാന്റുമ്മയാണ് നിൽക്കണേ, ആ ഫ്ലവറിംഗ് പ്ലാന്റുമ്മയാണ് നിൽക്കണേ അല്ലെ? അതേപോലെ തന്നെയാണ് ഇവിടെ. കണ്ടോ, ഒരു പൂ പോലെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പാടില്ലേ ആ പ്രോതാലസ് ഉണ്ടായത്? അതായത് ഫീമെയിൽ പ്രോതാലസ് ഉണ്ടായത്, ആ മെഗാസ്പോർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായ ഫീമെയിൽ പ്രോതാലസ് ഉണ്ടല്ലോ, അതെവിടെയാ ഇരിക്കുന്നത്? അത് സ്പൊറാഞ്ചിയയുടെ ഉള്ളിലായിരിക്കുന്നത്. സ്പൊറാഞ്ചിയ എവിടെ ഇരിക്കുന്നത്? സ്പോറോഫൈറ്റിക് മേജർ പ്ലാൻ ബോഡിയുടെ ഉള്ളിലായിരിക്കുന്നത്. സ്പൊറാഞ്ചിയ ഇരിക്കുന്നത് മേജർ പ്ലാൻ ബോഡിയുടെ സ്പോറോഫില്ലിലാണ് ഇരിക്കുന്നത് അല്ലെ? അപ്പൊ ആ മേജർ പ്ലാൻ ബോഡിയുടെ സ്പോറോഫില്ലിൽ ഇരിക്കുന്ന സ്പൊറാഞ്ചിയെന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഫീമെയിൽ പ്രോതാലസിന്റെ ഉള്ളിലെ ആർക്കിഗോണിയയുടെ ഉള്ളിലാണ് എന്തുണ്ടാവുക? സൈഗോട്ട് ഉണ്ടാവുക. ഇത് നമ്മുടെ പൂവിന്റെ ഉള്ളിലെ, ഓവറിയുടെ ഉള്ളിലെ, ഒവ്യൂളിന്റെ ഉള്ളിലെ, എംബ്രിയോസാക്കിന്റെ ഉള്ളിൽ സൈഗോട്ട് ഉണ്ടാവുന്ന പോലെ തന്നെയല്ലേ ആ സൈഗോട്ട് ഡെവലപ്പായിട്ട് എന്തായിട്ടാ മാറുക? സീഡായിട്ടാണ് മാറുക. അപ്പൊ ഈ സൈഗോട്ട് ഇവിടെ ഡെവലപ്പായിട്ട് എന്തായിട്ടാ മാറുക? ഒരു പുതിയ ഓർഗാനിസം ആയിട്ടാണ് മാറുക അല്ലെ? സോ ദിസ് ഈവന്റ് ഈസ് ദ പ്രിക്വേഴ്സർ ഓഫ് ദ സീഡ് ഹാബിറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ ഈവന്റ് ആണ് സീഡ് ഹാബിറ്റിന്റെ ഒരു പ്രിക്വേഴ്സർ, അല്ലെങ്കിൽ സീഡ് ഹാബിറ്റിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അത് എവല്യൂഷന്റെ ഒരു ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണിത്. ടെറിഡോഫൈറ്റിലാണ് സീഡ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സീഡ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഹെട്രോസ്പോറസ് ഡെവലപ്മെന്റ് കാണിക്കുന്ന, അല്ലെങ്കിൽ ഹെട്രോസ്പോറസ് ഫോർമേഷൻ കാണിക്കുന്ന ചില ടെറിഡോഫൈറ്റ് ആയിട്ടുള്ള സെലാജിനെല്ല, സാൽവീനിയ, അസോള, മാർസീലിയ, ഇതിനകത്തൊക്കെയാണ് അവിടെ സ്പൊറാഞ്ചിയെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന, സ്പൊറാഞ്ചിയിലുള്ള സ്പോർ മദർ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസ് രണ്ട് ഡിഫറെന്റ് സൈസിലുള്ളതായിരിക്കും. ബിഗ് സൈസ് മെഗാസ്പോർന്നും സ്മോൾ സൈസ് നമ്മൾ മൈക്രോസ്പോർ എന്നും പറയും. മൈക്രോസ്പോർ കൊഴിഞ്ഞു വീഴുകയും അത് മെയിൽ പ്രോതാലസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അവിടുന്ന് ആന്തരീഡിയ പ്രൊഡ്യൂസ് ചെയ്യും. ആന്തരീഡിയെന്ന് ആന്ത്രോസോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതേപോലെ മെഗാസ്പോർ കൊഴിഞ്ഞു പോവാതെ അതിന്റെ ഉള്ളിൽ തന്നെ, ആ സ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് അത് ഫീമെയിൽ പ്രോതാലസ് ഉണ്ടാക്കുകയും അവിടെ ആർക്കിഗോണിയ ഉണ്ടാവുകയും ചെയ്യും. ആന്ത്രോസോയിഡ്സ് സ്വിം ചെയ്ത് ആർക്കിഗോണിയയുടെ മൗത്തിൽ വന്നിട്ട് അതിന്റെ ആർക്കിഗോണിയയുടെ ഉള്ളിലിരിക്കുന്ന എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും. ഇവിടെ സൈഗോട്ട് ഇരിക്കുന്നത് ഈ ആർക്കിഗോണിയയുടെ ഉള്ളില്, അതായത് ആർക്കിഗോണിയയുടെ ഉള്ളില് സ്പൊറാഞ്ചിയയുടെ ഉള്ളില് സ്പോറോഫില്ലില് ആ മേജർ പ്ലാൻ ബോഡിയിലാണ് ഇരിക്കുന്നത്. അതൊരു സീഡ് പോലെയാണ് ആ സൈഗോട്ട് അതിന്റെ ഉള്ളിലിരിക്കുന്നത്. ആ സൈഗോട്ട് സീഡ് പോലെ ഇരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം, ആ സൈഗോട്ട് പ്ലാന്റിന്റെ പുറത്തല്ല, മേജർ പ്ലാൻ ബോഡിയിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. അവിടെ നിന്നാണ് സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് ഒരു കംപ്ലീറ്റ് പ്ലാന്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ, ആ സൈഗോട്ട് കൊഴിഞ്ഞു വീഴും കേട്ടോ. ആ സൈഗോട്ട് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ, മെച്ചുവർ ആയി കഴിഞ്ഞാൽ കൊഴിഞ്ഞു വീഴും. നമുക്കറിയാൻ പറ്റില്ലേ, പ്ലാന്റ്സിന്റെ കേസിൽ, ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ കേസിൽ ആ സീഡ് ഉണ്ടായി കഴിഞ്ഞാൽ, സീഡ് മെച്ചുവർ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? സീഡ് കൊഴിഞ്ഞു വീഴും. സീഡ് കൊഴിഞ്ഞു വീണിട്ടാണ് എന്തായിട്ട് മാറുന്ന, പുതിയൊരു പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ സൈഗോട്ട് പൊഴിഞ്ഞു വീഴും, ആ സൈഗോട്ട് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറും. ഇതൊരു സീഡ് ഹാബിറ്റിന്റെ ഫസ്റ്റ് എവല്യൂഷൻ, അല്ലെങ്കിൽ ഒരു സീഡ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്ത ഒരു സ്റ്റേജ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഈവന്റ് പ്രിക്വേഴ്സർ ടു സീഡ് ഹാബിറ്റിന്റെ ഒരു പ്രിക്വേഴ്സർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അതൊരു എവല്യൂഷന്റെ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് തന്നെയാണ്. ഇനി ഈ ടെറിഡോഫൈറ്റിനെ നമുക്ക് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ, ഡിഫറെന്റ് ക്ലാസസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എക്സാമ്പിൾ സൈലോപ്സിഡ, ലൈക്കോപ്സിഡ, സ്പീനോപ്സിഡ, ടെറോപ്സിഡ, ഇങ്ങനെ 4 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സൈലോപ്സിഡയ്ക്ക് എക്സാമ്പിൾ ആണ് സൈലോട്ടം എന്ന് പറയുന്നത്. ഈ സൈലോട്ടം ഒരു ലിവിംഗ് ഫോസിലാണ് കേട്ടോ. സൈലോപ്സിഡയിൽ ഈ ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ ലിവിംഗ് ഫോസിൽ എന്നാണ് പറയുന്നത്. ദിസ് ഈസ് എ ലിവിംഗ് ഫോസിൽ. ഓക്കെ, ഇനി ലൈക്കോപ്സിഡയ്ക്ക് എക്സാമ്പിൾ ആണ് സെലാജിനെല്ല ലൈക്കോപോഡിയം. ഈ സെലാജിനെല്ലയ്ക്ക് നമ്മൾ റിസറക്ഷൻ പ്ലാന്റ് എന്നും പറയാറുണ്ട്. സെലാജിനെല്ലേനെ നമുക്ക് റിസറക്ഷൻ പ്ലാന്റും എന്നും പറയാം. എന്ന് പറഞ്ഞാൽ എന്താ? റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉയർത്തെഴുന്നേക്കുന്ന പ്ലാന്റ്. നശിച്ചു പോയി കഴിഞ്ഞിടത്ത് അവിടെ ഒന്നും ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല. പിന്നെ ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ അത് പൊങ്ങി വരും. അതുകൊണ്ടാണ് അതിന്
റിസറക്ഷൻ പ്ലാന്റ് എന്ന് പറയാനുള്ള കാരണം, അതായത് ഉയർത്തെഴുന്നേക്കുന്ന പ്ലാന്റ്. ലൈക്കോപോഡിയം ലൈക്കോപ്സിഡയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ്. സ്പീനോപ്സിഡയ്ക്ക് എക്സാമ്പിൾ ആണ് ഇക്വിസീറ്റം. ഇക്വിസീറ്റത്തിൽ നമ്മൾ കോൺ കാണുന്നുണ്ട്, സെലാജിനെല്ലയിലും ഇക്വിസീറ്റത്തിലുമാണ് നമ്മൾ സ്ട്രോബിലസ് അല്ലെങ്കിൽ കോൺ സ്ട്രക്ചർ കാണുന്നത് കേട്ടോ. ഇനി അടുത്ത ടെറോപ്സിഡ. ടെറോപ്സിഡയിലാണ് ഡ്രയോപ്റ്റെറിസും ടെറിസും അടയാൻറ്റം ഫേണൊക്കെ വരുന്നത് ഈ പറയുന്ന ടെറോപ്സിഡ എന്ന ക്ലാസ്സിലാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. The pteridophytes include horsetail and fern. Pteridophytes are used for medicinal purpose and soil binders. They are also frequently grown as ornamentals. Evolutionarily, they are the first terrestrial plants to possess vascular tissues, xylem and phloem. സൈലം വെസൽസും ഫ്ലോയും കമ്പാനിയൻ സെൽസും ഇല്ല, അത് നമ്മൾ വഴിയെ പഠിക്കും കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്തിരുന്നാൽ സൈലം ഫ്ലോയും. യു ഷാൽ സ്റ്റഡി മോർ അബൌട്ട് ദീസ് ടിഷ്യൂ ഇൻ ചാപ്റ്റർ 6. The pteridophytes are found in cool, damp, shady places, though some may flourish well in sandy soil conditions. You may recall that in bryophyte, the dominant phase in the life cycle is the gametophytic plant body. However, in pteridophytes, the main plant body is a sporophyte, which is differentiated into true root, stem, and leaves. These organs possess well-differentiated vascular tissues. The leaves in pteridophytes are small, that is microphyls, as in Selaginella, or large, as macrophyls, as in fern. The sporophytes bear sporangia that are subtended by leaf-like appendages called as sporophyll. In some cases, sporophylls may form distinct compact structure called as strobili or cones. It is seen in Selaginella equisetum. The sporangia produces spores by meiosis in spore mother cell. The spores germinate to give rise to inconspicuous small but multicellular free-living, mostly photosynthetic thalloid gametophytes called as prothallus. These gametophytes require cool, damp, shady places to grow. Because of this specific restricted requirement and the need for water for fertilization, the spread of living pteridophyte is limited and restricted to narrow geographical regions. The gametophytes bear male and female sex organs called antheridia and archegonia respectively. Water is required for transfer of antherozoid. The male gametes released from antheridia to the mouth of archegonium. Fusion of male gamete with the egg present in the archegonium result in the formation of zygote. Zygote thereafter produces a multicellular well-differentiated sporophyte, which is the dominant phase of the pteridophyte. In majority of the pteridophyte, all the spores are of similar kinds. Such plants are called as homosporous. Genera like Selaginella and Salvinia, which produces two kinds of spores as macro, that is large, and micro, small spores, are known as heterosporous. The megaspores and microspores germinate and give rise to female and male gametophytes respectively. The male gametophytes in these plants are retained on the parent sporophyte for variable periods. The development of the zygote into young embryo take place within the female gametophyte. This event is a precursor to the seed habit, considered an important step in evolution. The pteridophytes are further classified into 4 classes as Psilopsida, example Psilotum, Psilotum is a living fossil, Lycopsida, example Selaginella, Lycopodium, Spinopsida, example Equisetum, and Pteropsida, example Dryopteris, Pteris, and Adiantum. ഓക്കെ, ഇനി ഈ ഓർഗാനിസത്തിന്റെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റിന്റെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിന്റെ പേരന്റൽ പ്ലാന്റ് അല്ലെങ്കിൽ അതിന്റെ മേജർ പ്ലാന്റ് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ആണ്. ഈ സ്പോറോഫൈറ്റിൽ സ്പൊറാഞ്ചിയ ഉണ്ടായി. ഈ സ്പൊറാഞ്ചിയയുടെ ഉള്ളിലിരിക്കുന്ന സ്പോർ മദർ സെല്ല് സ്പോർ മദർ സെല്ല് മിയോസിസ് നടന്ന് സ്പോർസ് ഉണ്ടായി. ഈ സ്പോർ വിതർ ഓഫ് ചെയ്ത് പിന്നീട് അതിന്റെ ചുറ്റും നമുക്ക് എന്ത് കാണാൻ കഴിയും? ഗാമീറ്റോഫൈറ്റിക് പ്രോതാലസ് കാണാൻ കഴിയും. അതായത്
ഹാപ്ലോയിഡ് പ്രോതാലസ് കാണാൻ കഴിയും. എന്ന് പറഞ്ഞ ടെറിഡോഫൈറ്റ് അതിന്റെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് അറ്റൈൻ ചെയ്യുന്നത് വരെ നമ്മൾ ഡിപ്ലോയിഡ് കണ്ടീഷനെ കാണുന്നുള്ളൂ. പക്ഷേ ഒരു ഹാപ്ലോയിഡ് ക്ലിയർ ആയിട്ടൊരു ഹാപ്ലോയിഡ് കണ്ടീഷൻ, ഒരു ഹാപ്ലോയിഡ് സ്ട്രക്ചർ അതിന്റെ ചുറ്റും വളരുന്ന, ഇതിനോട് അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഇതിന് ചുറ്റും വളരുന്ന നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ടെറിഡോഫൈറ്റിന്റെ ലൈഫ് സൈക്കിളിൽ പാതി സ്റ്റേജിൽ അത് ഡിപ്ലോയിഡ് കണ്ടീഷനിൽ കൂടെ പാസ് ചെയ്യുന്നെങ്കിൽ ബാക്കി പകുതിയിൽ അതിന് ഹാപ്ലോയിഡ് കണ്ടീഷൻ കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് സൈക്കിളിന്റെ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നോക്കിയാൽ ആദ്യം ഡിപ്ലോയിഡ് കണ്ടീഷനും പിന്നെ ഹാപ്ലോയിഡ് കണ്ടീഷനുമാണ്. ബ്രയോഫൈറ്റിന്റെ കേസിലാണെങ്കിലോ ബ്രയോഫൈറ്റ് ഹാപ്ലോയിഡ് പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ ഗ്യാമീറ്റോഫൈറ്റിക് പ്ലാന്റ് ആണ്. ഈ ബ്രയോഫൈറ്റിന്റെ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്തറീഡിയം ആർക്കിഗോണിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായ ആ സൈഗോട്ട് പേരന്റൽ ബോഡിയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് സ്പോറോഫൈറ്റിനെ കാണിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ സ്പോറോഫൈറ്റ് നമുക്ക് കുറച്ച് നാൾ കാണാൻ കിട്ടും അതിനകത്ത്. എന്ന് പറഞ്ഞാൽ ബ്രയോഫൈറ്റിന്റെ ലൈഫ് സൈക്കിളിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ അത് ഗ്യാമീറ്റോഫൈറ്റിക് ജനറേഷനും സെക്കൻഡ് സ്റ്റേജിൽ അത് സ്പോറോഫൈറ്റിക് ജനറേഷനും കാണിക്കുന്ന കാണാം. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഏതൊരു സെല്ല് എടുത്ത് നോക്കിയാലും അതിനകത്ത് ഹാപ്ലോയിഡ് സെറ്റ് ക്രോമസോമേ ഉണ്ടാവുള്ളൂ. പക്ഷെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് അറ്റൈൻ ചെയ്ത് സ്പോറോഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ സ്പോറോഫൈറ്റിന്റെ ഒരു സെല്ല് എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഡിപ്ലോയിഡ് സ്റ്റേജ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലൈഫ് സൈക്കിളിൽ ഇത് ആദ്യം ഹാപ്ലോയിഡ് സ്റ്റേജിൽ കൂടെ പാസ് ചെയ്യും. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ എൻ്റർ ഇൻ ടു ഡിപ്ലോയിഡ് സ്റ്റേജ്. അപ്പൊ അവര് ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് കണ്ടീഷനാണ് ബ്രയോഫൈറ്റിലെങ്കിൽ ടെറിഡോഫൈറ്റിലെ ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് കണ്ടീഷനാണ് കാണിക്കുന്നത്. മനസ്സിലായല്ലോ ഇത്രയും. ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ടെറിഡോഫൈറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ജിംനോസ്പോം പഠിക്കാം കേട്ടോ.